Hi friends, it's me Shahil and welcome back to my channel Gadget Child. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷൻസ് അതായത് ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷൻസും ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പ് ലോക്ക് അതെങ്ങനെയാണ് നമുക്ക് പാസ്വേഡ് ഇല്ലാണ്ട് എങ്ങനെ തുറക്കാം അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് തുറക്കാം അല്ലെങ്കിൽ എങ്ങനെ പൊട്ടിക്കാം എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ ഒരു ബെല്ലൈക്കൺ കൂടി കാണും, അതുകൊണ്ട് ഒന്ന് എനേബിൾ ചെയ്യണേ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് ആദ്യം തന്നെ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഈ ഒരു ട്രിക്ക് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതായത് നിങ്ങൾ ഒരിക്കലും ഇല്ലീഗൽ പർപ്പസിന് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ഞാൻ ആപ്പ് ലോക്ക് തന്നെ പൊട്ടിക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആപ്പ് ലോക്ക് എന്ന് പറഞ്ഞാൽ ആപ്പ് ലോക്ക് തന്നെയാണ് അതിൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഞാൻ മറ്റ് ആപ്ലിക്കേഷൻസ് എല്ലാം ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച പാറ്റേൺ Z എന്നാണ്. ഓക്കെ, ഒരു ആപ്പ് ലോക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ പ്ലേ സ്റ്റോർ ഒന്ന് ലോക്ക് ചെയ്യാണ്. ഓക്കെ, പ്ലേ സ്റ്റോർ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ പ്ലേ സ്റ്റോർ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു പാറ്റേൺ ചോദിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു Z എന്ന് പറഞ്ഞ പാറ്റേൺ കൊടുത്താൽ മാത്രമേ ഈ ഒരു പ്ലേ സ്റ്റോർ ഓപ്പൺ ആവുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കണം, പക്ഷേ എനിക്ക് ഈ ഒരു പാറ്റേൺ അറിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ തുറക്കാം നോക്കാം. അതായത് നമുക്ക് പാസ്വേഡ് ഇല്ലാണ്ട് എങ്ങനെ തുറക്കാം നോക്കാം. ഇതിനായിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ അത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആപ്സ് എടുക്കുക. അതായത് ചില ഫോണിൽ ആപ്പ് മാനേജർ ആവും, ചില ഫോണിൽ ആപ്സ് എന്നൊക്കെ നിങ്ങൾ ആപ്സിൻ്റെ ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് അതിൽ നിങ്ങളുടെ ഈ ഒരു ആപ്പ് ലോക്ക് എടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ആപ്പ് ലോക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് മേലായിട്ട് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും, അൺഇൻസ്റ്റാൾ അതേപോലെ തന്നെ ഫോർസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഫോർസ് സ്റ്റോപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ലോക്ക് ചെയ്ത് വെച്ച ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ നേരത്തെ ലോക്ക് ചെയ്ത് വെച്ചത്. ഇപ്പോൾ നിങ്ങൾ കാണാം ഒരു ലോക്കും ചോദിക്കാതെ, അതിന് നേരത്തെ ചോദിച്ച പാറ്റേൺ ഒന്നും ചോദിക്കാതെ തന്നെ അത് ഈസി ആയിട്ട് തന്നെ പാസ്വേഡ് ചോദിക്കാണ്ട് തന്നെ ഓപ്പണായി വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് എല്ലാം ലോക്ക് ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻസ് എല്ലാം തുറക്കാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു ട്രിക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ആരും മിസ്യൂസ് ചെയ്യാത്ത, അതായത് ഇല്ലീഗൽ പർപ്പസിന് വേണ്ടി ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾക്ക് ഇത് തിരിച്ച് ആക്ടിവേറ്റ് ചെയ്യണേ, അതായത് തിരിച്ച് പാറ്റേൺ പ്ലേ സ്റ്റോറിൽ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആപ്പ് ലോക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അപ്പോൾ തന്നെ ബാക്ക് അടിക്കുക. അതായത് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, അപ്പോൾ തന്നെ ബാക്ക് അടിക്കുക. എന്നിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ച ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ലോക്ക് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തിരിച്ച് ആ പാറ്റേൺ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പക്ഷേ നിങ്ങൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണില്ല, അതുകൊണ്ട് ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഷാഹിൽ സൈനിങ് ഓഫ്.